റെക്കോർഡ് ചെയ്യുവാണേ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതില് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഈ ഒരു ഫ്രം ദ ഗീവൺ ഡേറ്റ ഓഫ് മോളിക്കുലാർ സ്പെക്ട്രം ഫൈൻഡ് ദ റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ കോൺസ്റ്റന്റ്. അതായത് ഈ 5 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇത് ഈ ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്നത്. അപ്പൊ നമുക്കൊരു മോളിക്കുലർ സ്പെക്ട്രം തരും, ഒരു റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രം തരും. അപ്പൊ ആ ഒരു സ്പെക്ട്രം നോക്കി നമ്മൾ റൊട്ടേഷണലും വൈബ്രേഷനും ആയിട്ടുള്ള കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഞാൻ ആ ഗ്രൂപ്പിലൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഇത് അനാലിസിസ് ഓഫ് റൊട്ടേഷൻ. ഇത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കണേ. ഇത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതിയതാ ഇത് ആരോ. അപ്പം അതിന് നമുക്ക് റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രം ഒരു ഡയാറ്റോമിക് മോളിക്യൂളിന്റെ ഇത് നമുക്ക് അനാലിസിസിന് തന്നിരിക്കുന്നത് സയനൈഡ് ആണ്. CN-ന്റെ റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് വൈബ്രേഷണൽ കോൺസ്റ്റന്റും റൊട്ടേഷണൽ കോൺസ്റ്റന്റും ഫോഴ്സ് കോൺസ്റ്റന്റ് ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് തിയറി എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പം തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ അനുസരിച്ച് ഒരു ഡയാറ്റോമിക് മോളിക്യൂള് റൊട്ടേഷണൽ എനർജി സ്റ്റേറ്റിലും വൈബ്രേഷണൽ എനർജി സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ റൊട്ടേഷണൽ എനർജിയുടെയും അതിന്റെ വൈബ്രേഷണൽ എനർജിയുടെയും സം ആയിരിക്കും. അതാണ് ഈ ടോട്ടൽ ഈക്വൽ ടു ഈ റോഡ് പ്ലസ് ഈ വിപ്പ് ജൂൾസ് എന്ന് എഴുതിയേക്കുന്നത്. അതായത് റൊട്ടേഷണൽ എനർജിയുടെയും വൈബ്രേഷൻ എനർജിയുടെയും സമ്മ് ജൂൾസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇതേ സാധനം തന്നെ നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലും എക്സ്പ്രസ് ചെയ്യാം. അതാണ് എപ്സിലോൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എപ്സിലോൺ RJV ഈക്വൽ ടു എപ്സിലോൺ റൊട്ടേഷണൽ പ്ലസ് എപ്സിലോൺ വൈബ്രേഷണൽ സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി നമുക്ക് ഇതില് റൊട്ടേഷണൽ എനർജി മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? B ഇൻറ്റു, ഞാൻ എഴുതുന്നതായിരിക്കും സൗകര്യം. ഈ വണ്ണോട്ട് കാണാമല്ലോ അല്ലേ? മാക്സിമൈസ്. അപ്പൊ നമുക്ക് അതിന്റെ റൊട്ടേഷണൽ വൈബ്രേഷണൽ എനർജി റൊട്ടേഷണൽ എനർജി ലെവലിന്റെ എക്സ്പ്രഷൻ ആണ് EJ ഈക്വൽ ടു ഈ ആണ്, എപ്സിലോൺ ആണ് കേട്ടോ. അതവര് തെറ്റിപ്പോയതായിരിക്കും. റൊട്ടേഷൻ വൈബ്രേഷൻ സ്പെക്ട്രം. റൊട്ടേഷണൽ എനർജി ലെവലിന്റെ എക്സ്പ്രഷൻ എന്തോ? എപ്സിലോൺ J ഈക്വൽ ടു BJ ഇൻറ്റു J+1 മൈനസ് DJ സ്ക്വയർ J+1 സ്ക്വയർ പ്ലസ് HJ ക്യൂബ് J+1 ക്യൂബ് പ്ലസ് KJ⁴. അപ്പൊ ഇതാണ് റൊട്ടേഷണൽ എനർജി ലെവലിന്റെ എക്സ്പ്രഷൻ. അതിന് നമുക്കറിയാം B എന്ന് പറയുന്നത് എന്താണ്? B റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ്. J എന്ന് പറയുന്നത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ് J എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ കോൺസ്റ്റന്റ്. സെൻട്രിഫ്യൂഗൽ കോൺസ്റ്റന്റ് ആണ്. Hഉം Kയും ഒക്കെ ഈ സിമട്രിയെ കുറിച്ച് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ്സ് റിഗാർഡിംഗ് സിമട്രി.
സിമട്രിയെ കുറിച്ച് പറയുന്ന കോൺസ്റ്റന്റ് ആണ് എച്ചും കെയും ആണ് കേട്ടോ. എച്ചും അല്ലേ, എച്ചും കെയും ഒക്കെ സിമട്രിയെ കുറിച്ച് പറയുന്ന കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ ഈ ഡിയും എച്ചും കെയും ഇതൊക്കെ വളരെ ചെറിയ നമ്പറുകളാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് റൊട്ടേഷണൽ എനർജി ലെവലിന്റെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുന്നത് എപ്സിലോൺ റൊട്ടേഷണൽ ഈക്വൽ ടു ബി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്നാണ്. ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇനിയും വൈബ്രേഷണൽ എനർജി ലെവലാണ്. വൈബ്രേഷണൽ എനർജി പറയുന്നത് എപ്സിലോൺ വൈബ്രേഷണൽ ഈക്വൽ ടു ന്യൂ ഇ ബാർ 1 മൈനസ് എക്സി ഇത് സ്ക്വയർ ബ്രാക്കറ്റ് വി പ്ലസ് 1/2 വി പ്ലസ് 1/2. അപ്പൊ ഇതാണ് വൈബ്രേഷണൽ എനർജിയുടെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 1 മൈനസ് എക്സി വി പ്ലസ് 1/2, അതായത് ഈ ഒരു ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ഈ ഒരു ടേം നെഗ്ലക്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ എന്താവും? ഈക്വൽ ടു ന്യൂ ഇ ബാർ വി പ്ലസ് 1/2. ന്യൂ ഇ ബാർ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം വൈബ്രേഷണൽ ഫ്രീക്വൻസിയെയാണ് ന്യൂ ഇ ബാർ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇക്വിലിബ്രിയത്തിന് എബൌട്ട് ആയിട്ടുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് ന്യൂ ഇ ബാർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ന്യൂ ബാർ എന്ന് നമ്മൾ എഴുതാറുള്ളൂ. ചിലപ്പോൾ ന്യൂ ഇ ബാർ എന്ന് എപ്പോഴും എഴുതാറില്ല, ന്യൂ ബാർ എന്ന് എഴുതാറുള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ എങ്ങനെ എഴുതാം? എപ്സിലോൺ ജെ കോമ വി. അപ്പൊ ഒരു റൊട്ടേഷണൽ ഒരു എനർജി ലെവൽ, ഒരു മോളിക്കുലാർ എനർജി ലെവലിന് രണ്ട് ക്വാണ്ടം നമ്പേഴ്സ് കാണും, രണ്ട് എനർജി ലെവലുകൾ കാണും, റൊട്ടേഷണലും കാണും, വൈബ്രേഷണലും കാണും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ബി ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് ന്യൂ ബാർ വി പ്ലസ് 1/2. ഇതാണ് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ. ഇതും മനസ്സിലായല്ലോ. ഇത് ഇത്രയും അപ്പം നമുക്ക് രണ്ട് എനർജി സ്റ്റേറ്റുകൾ നമ്മൾ അസ്യൂം ചെയ്യും. അപ്പം ഒരു ലോവർ സ്റ്റേറ്റും ഉണ്ട്, അപ്പർ സ്റ്റേറ്റും ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിന്റെ രണ്ടിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നതിന് നമുക്ക് എപ്സിലോൺ ജെ ഡാഷ് കോമ 1, അതായത് ജെ ഈക്വൽ ടു ജെ ഡാഷ് ആണ്, വി ഈക്വൽ ടു 1 ആണ്. അത് നമുക്കപ്പോ എങ്ങനെ എഴുതാം? ജെ ഡാഷ് ബി ഡാഷ് ജെ ഡാഷ് പ്ലസ് 1 പ്ലസ് 3/2 ന്യൂ ബാർ എന്ന് നമുക്ക് എഴുതാം. അതേപോലെ ഇത് ജെ ഈക്വൽ ടു ജെ ഡാഷ് വി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ എനർജി ലെവലാണ്. അതിൽ എപ്സിലോൺ ജെ ഡാഷ് 0, അതായത് ജെ ഈക്വൽ ടു ജെ ഡബിൾ ഡാഷ് വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലെവലിന്റെ എങ്ങനെ എഴുതാം? ഈക്വൽ ടു ബി ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 പ്ലസ് ഹാഫ് ആണ്, ഹാഫ് ന്യൂ ബാർ. അതാണ് എന്ത് ജെ ഡാഷ് വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിന്റെ എനർജി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ അതിന്റെ ഡിഫറൻസ് കിട്ടും. അതായത് എപ്സിലോൺ ജെ ഡാഷ് 1 മൈനസ് എപ്സിലോൺ ജെ ഡാഷ് 0 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ന്യൂ ബാർ പ്ലസ് ബി ഡാഷ് ജെ ഡാഷ് പ്ലസ് 1 മൈനസ് ഇങ്ങനെ ആദ്യത്തെ രണ്ടാമത്തെ. അപ്പൊ ബി ഡബിൾ ഡാഷ് ബി ബാറോ ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1. അതാണ് ആ എനർജി, ഇതിന്റെ ഡിഫറൻസ്, ആ ഒരു രണ്ട് എനർജി ലെവൽസിന്റെ ഡിഫറൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെലക്ഷൻ റൂൾസ്, അതായത് എല്ലാ ട്രാൻസിഷൻസും ഒന്നും നമുക്കറിയാം പെർമിറ്റഡ് അല്ല. അപ്പം ഈ ഒരു ഓരോ ട്രാൻസിഷനെയും ഗവേൺ ചെയ്യുന്ന ചില സെലക്ഷൻ റൂൾസ് ഉണ്ട്. അപ്പൊ ആ ഒരു സെലക്ഷൻ റൂൾസിനെ ഒബേ ചെയ്യുന്ന ട്രാൻസിഷൻസ് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഈ ഒരു
റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രത്തിലെ സെലക്ഷൻ റൂൾ ആണ്. ആ സെലക്ഷൻ റൂൾ, ആദ്യത്തെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1. അതായത് തൊട്ട് മുമ്പിലത്തെ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ തൊട്ട് പുറകിലത്തെ സ്റ്റേറ്റിലേക്കോ മാത്രമേ ഒരു റൊട്ടേഷണൽ ലെവലിന് ചേഞ്ച് സംഭവിക്കത്തുള്ളൂ. ഇനി വൈബ്രേഷണൽ ലെവലിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് +or-1, +or-2 എക്സെട്ര, അങ്ങനെ ഏത് ചേഞ്ച് വേണേലും അങ്ങനെ സംഭവിക്കാം. അപ്പം ഇവിടെ നമുക്ക് ഡെൽറ്റ ജെക്ക് 2 വാല്യൂസ് പോസിബിൾ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇപ്പൊ ഡെൽറ്റ ജെക്ക് 2 വാല്യൂസ് പോസിബിൾ. ഒന്ന് ഡെൽറ്റ ജെ ഈക്വൽ ടു +1 പോസിബിൾ ആണ്, ഡെൽറ്റ ജെ ഈക്വൽ ടു -1ഉം പോസിബിൾ ആണ്. ഇപ്പൊ ഡെൽറ്റ ജെ ഈക്വൽ ടു +1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ ആ ഒരു സ്പെക്ട്രത്തിൽ നമുക്കൊരു ബ്രാഞ്ച് കിട്ടും. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ആർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആർ ബ്രാഞ്ച്. ഡെൽറ്റ ജെ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാഞ്ചിനെയാണ് നമ്മൾ പി ബ്രാഞ്ച് എന്ന് പറയും. അതാണ് പി ബ്രാഞ്ച്. അപ്പൊ അങ്ങനെ 2 ബ്രാഞ്ചസ് നമുക്ക് പോസിബിൾ ആണ്. ഒന്നുകൂടെ പറയാം, സെലക്ഷൻ റൂൾസിനെ ഗവേൺ ചെയ്തായിരിക്കും. സെലക്ഷൻ റൂൾസ് ആണ് നമ്മുടെ ട്രാൻസിഷൻസിനെ ഗവേൺ ചെയ്യുന്നത്. അങ്ങനെ ഗവേൺ ചെയ്യുന്ന സെലക്ഷൻ റൂൾസ് അനുസരിച്ച് നമുക്ക് ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1ഉം പിന്നെ ഡെൽറ്റ വി ഈക്വൽ ടു +or-1ഓ +or-2ഓ അങ്ങനെ ഏതെങ്കിലും വാല്യൂ, അങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ മാത്രമേ നമുക്ക് പെർമിറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഡെൽറ്റ ജെ ഈക്വൽ ടു +1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രത്തിൽ ഒരു ബ്രാഞ്ച് ഓഫ് ലൈൻസ് കിട്ടും. ആ ഒരു ബ്രാഞ്ച് ഓഫ് ലൈൻ കിട്ടും. അതിനെയാണ് നമ്മൾ എന്താ ആർ ബ്രാഞ്ച് എന്ന് പറയും. ഡെൽറ്റ ജെ ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് പി ബ്രാഞ്ച് കിട്ടും. അപ്പൊ ഡെൽറ്റ ജെ ഈക്വൽ ടു +1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആർ ബ്രാഞ്ച് ആണെന്നറിയാം. അപ്പൊ ആർ ബ്രാഞ്ചിന്റെ നമുക്ക് ആദ്യം നോക്കാം എക്സ്പ്രഷൻ എങ്ങനെ വരുമെന്ന്. അപ്പം ആർ ബ്രാഞ്ച് എന്ന് വരും. അപ്പം ആർ ബ്രാഞ്ചിന്റെ സെലക്ഷൻ റൂൾ എന്താണ്? ഡെൽറ്റ ജെ ഈക്വൽ ടു +1. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? ജെ ഡാഷ് മൈനസ് ജെ ഡബിൾ ഡാഷ് ഈക്വൽ ടു 1 ഓർ ജെ ഡാഷ് ഈക്വൽ ടു ജെ ഡബിൾ ഡാഷ് +1. ഇത് ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായി. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എഴുതാം. അപ്പൊ ന്യൂ ആർ ബാർ എന്നാണ് നമ്മൾ എഴുതുന്നത്, ഈക്വൽ ടു ന്യൂ ബാർ പ്ലസ് നേരത്തെ ആ എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ജെ ഡാഷിന് വരും ജെ ഡബിൾ ഡാഷ് +1 ഇട്ട് കൊടുത്താൽ മതി. അപ്പം ബി ഡാഷ് ജെ ഡബിൾ ഡാഷ് +1 ജെ ഡബിൾ ഡാഷ് +1 മൈനസ് ബി ഡബിൾ ഡാഷ്, ഇങ്ങനെ ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷിന് വരും ബി ഡബിൾ ഡാഷ് -1. ജെ ഡാഷിന് പകരം ഇട്ട് കൊടുക്കേണ്ടത്. ജെ ഡാഷിന് വരെ ഇട്ട് കൊടുക്കേണ്ടത്. ജെ ഡാഷിന് പകരം ജെ ഡബിൾ ഡാഷ് -1. ജെ ഡാഷിന് വരും ജെ ഡബിൾ ഡാഷ് +1 അല്ലേ? അതെ. നോക്കാം. ബി ഡബിൾ ഡാഷ് അവര് എനിക്കൊന്ന് അതിൽ വീണ്ടും എന്തോ അത് തെറ്റുള്ള പോലെ തോന്നുന്നു. ഞാൻ ഇട്ടിരിക്കുന്ന ആ റെക്കോർഡിൽ ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷ് പിന്നെന്തുവാ ജെ ഡബിൾ ഡാഷ് +1. ജെ ഡബിൾ ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ലെന്നോ? ജെ ഡബിൾ ഡാഷിന് അവര് വേറെന്തോ ജെ ഡബിൾ ഡാഷ് +1 -1 എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാം. അത് ശരിയാ. ഓക്കെ, അത് പറയാം. വെയിറ്റ്. അതായത് ഈ ജെ ഡാഷിന് പകരം നമുക്ക് ജെ ഡബിൾ ഡാഷ് +1 -1 എന്ന് എഴുതാമല്ലോ. ഇത് ജെ ഡബിൾ ഡാഷ് +1 എഴുതിയ പോലെ
ഇവിടെ നമുക്ക് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതാമല്ലോ. പിന്നെ ഇൻറ്റു ജെ ഡബിൾ ഡാഷ് പ്ലസ് 1. ഇത് ഓക്കെ ആണോ? ഓക്കെ. അതായത് അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുന്നു. ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ ബാർ പ്ലസ് ഇവിടെ എന്ത് കിട്ടും? ബി ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് ബി ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 സ്ക്വയർ മൈനസ് ബി ഡാഷ് ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1. ഇത് ബ്രാക്കറ്റ് ഉണ്ട്. ഇങ്ങനെ കിട്ടും. അപ്പം ഇതിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ന്യൂ ബാർ ഈക്വൽ ടു എങ്ങനെ ജെ ഡബിൾ ഡാഷ് സോറി ന്യൂ ആർ ബാർ തന്നെ. ന്യൂ ആർ ബാർ ഈക്വൽ ടു ന്യൂ ബാർ പ്ലസ് ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷ്. ഇത് പ്ലസ് അല്ലേ? ഇതിലേതോ ഒരെണ്ണം പ്ലസ് ആണ്. ഓക്കെ, ഇതാണ്. ഇത് പ്ലസ് ആണ്. മൈനസും മൈനസും കൂടെ പ്ലസ് ആണ്. അപ്പൊ ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് ബി ഡബിൾ ഡാഷ് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 സ്ക്വയർ മൈനസ് ജെ ഡബിൾ ഡാഷ് സോറി അങ്ങനല്ല, എങ്ങനെ ബി ഡാഷ് ഡാഷ് കോമൺ. അപ്പൊ ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷ് ഇൻറ്റു ജെ ഡാഷ് ഡാഷ് പ്ലസ് 1 സ്ക്വയർ. ഇത് മനസ്സിലായോ? ഇതൊന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണം. അതായത് ഈ ഒരു രണ്ട് ടേമിൽ നിന്ന് ഈ ഒരു രണ്ട് ടേം നോക്കിക്കഴിഞ്ഞാല് ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 കോമൺ ആണ്. അപ്പൊ അത് പുറത്തെടുത്തു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ബി ഡാഷ് പ്ലസ് ബി ഡാഷ് ഡാഷ് ഇൻറ്റു ജെ ഡാഷ് ഡാഷ് പ്ലസ് 1. അതാണ് ഈ ഒരു ടേം. ഇനിയും ഈ ഒരു ടേം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ബി ജെ ഡാഷ് ഡാഷ് പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ ആണ്. അത് ഇവിടെ മൈനസ് അല്ല, വെയിറ്റ്, മൈനസ് വരികയല്ലേ, ഇവിടെ പ്ലസ് വേണം. അപ്പൊ ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുത്തു കഴിയുമ്പോ എന്താ? ജെ ഡാഷ് ഡാഷ് പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ എടുത്തു. അപ്പൊ എന്ത് വന്നു? മിച്ചം ബി ഡാഷ് മൈനസ് ബി ഡാഷ് ഡാഷ് വന്നു. അത് ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആർ ബ്രാഞ്ചിന്റെ എക്സ്പ്രഷൻ. ന്യൂ ആർ ബാർ ഈക്വൽ ടു ന്യൂ ബാർ പ്ലസ് ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷ് ജെ ഡാഷ് പ്ലസ് 1 പ്ലസ് ബി ഡാഷ് മൈനസ് ബി ഡാഷ് ഡാഷ് ജെ ഡാഷ് പ്ലസ് 2 ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 സ്ക്വയർ. ഇനി ഇതേപോലെ നമുക്ക് പി ബ്രാഞ്ചിന്റെ എഴുതാം. ഫോർ പി ബ്രാഞ്ച് പി ബ്രാഞ്ചിന്റെ എന്താ? എവിടെ? അതെ, -1 ഇടണം. അപ്പം ജെ ഡാഷ് മൈനസ് ജെ ഡാഷ് ഡാഷ് ഈക്വൽ ടു -1 വരും. ജെ ഡാഷ് ഈക്വൽ ടു ജെ ഡാഷ് ഡാഷ് -1. നേരത്തെ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ ജെ ഡാഷ് ഈക്വൽ ടു ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 ആണ് ഇട്ടത്. ഇപ്പൊ നമ്മൾ ജെ ഡാഷ് ഈക്വൽ ടു ജെ ഡാഷ് ഡാഷ് -1 ആണ് ഇട്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും നമുക്ക് എന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ പി ബാർ ഈക്വൽ ടു ന്യൂ ബാർ പ്ലസ് ബി ഡാഷ് ഇൻറ്റു ഇത് നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതുന്നതിന് വരെ നമുക്ക് ജെ ഡാഷ് ഡാഷ് ഈക്വൽ ടു ജെ ഡാഷ് പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. ജെ ഡാഷ് ഡാഷ് ഈക്വൽ ടു ജെ ഡാഷ് പ്ലസ് 1 അങ്ങനെ എഴുതാം. അതാണ് ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ജെ ഡാഷ് പ്ലസ് 1 -1 ജെ ഡാഷ് പ്ലസ് 1
മൈനസ് ബി ഡബിൾ ഡാഷ് ജെ ഡാഷ് പ്ലസ് 1 ജെ ഡാഷ് പ്ലസ് 1 പ്ലസ് 1. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോമൺ ആയിട്ട് എടുക്കുന്നു. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ന്യൂ ബാർ ഈക്വൽ ടു ന്യൂ ബാർ മൈനസ് ബി ഡാഷ് പ്ലസ് ബി ഡാഷ് ഡാഷ് ജെ ഡാഷ് പ്ലസ് 1 പ്ലസ് ബി ഡാഷ് മൈനസ് ബി ഡാഷ് ഡാഷ് ജെ ഡാഷ് പ്ലസ് 1. ഇതും ഇപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ ഇനി ഈ ഇക്വേഷൻസിൽ എല്ലാത്തിലും നമ്മൾ ന്യൂ ബാറിന് പകരം സി എന്ന് ഇട്ട് കൊടുക്കും. അതേപോലെ ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷിന് പകരം ഡി എന്ന് ഇട്ട് കൊടുക്കും. ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷിന് പകരം ഇ എന്ന് ഇട്ട് കൊടുക്കും. ജെ ഡാഷ് പ്ലസ് 1ന് പകരം എം എന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഇതില് ജെ ഡാഷ് പ്ലസ് 1ന് പി എന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ന്യൂ ആർ ബാർ ഈക്വൽ ടു സി പ്ലസ് ഡി എം പ്ലസ് ഇ എം സ്ക്വയർ. അതേപോലെ ന്യൂ പി ബാർ ഈക്വൽ ടു സി മൈനസ് ഡി എം പ്ലസ് ഇ എം സ്ക്വയർ. അതും മനസ്സിലായോ? ഇത്രയും അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ റൊട്ടേഷൻ വൈബ്രേഷൻ സ്പെക്ട്രത്തിന്റെ തിയറി. അപ്പൊ ആ തിയറി ഒന്നുകൂടെ നമുക്ക് പറയാം. തിയറി പറയുവാണെങ്കിൽ റൊട്ടേഷൻ വൈബ്രേഷൻ സ്പെക്ട്രത്തിന് കാരണം ഒരു റൊട്ടേഷണൽ ട്രാൻസിഷനും വൈബ്രേഷണൽ ട്രാൻസിഷനും ഇൻഡിപെൻഡന്റ് ആയിട്ട് സംഭവിക്കുമ്പോഴാണ് ഒരു റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രം സംഭവിക്കുന്നത്. അപ്പൊ റൊട്ടേഷണൽ എനർജി ലെവലിലും ചേഞ്ച് സംഭവിക്കും, വൈബ്രേഷണൽ എനർജി ലെവലിലും ചേഞ്ച് സംഭവിക്കും. അപ്പൊ ആ രണ്ട് ചേഞ്ചും കൂടെ ബോൺ അപ്രോക്സിമേഷൻ വെച്ച് നമുക്ക് ഈ എപ്സിലോൺ ജെ വി ഈക്വൽ ടു ബി ജെ ജെ പ്ലസ് 1 പ്ലസ് ന്യൂ ബാർ വി പ്ലസ് 1/2 അങ്ങനെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് അതിന്റെ അപ്പർ ലെവലും ലോവർ ലെവലും നമുക്ക് എപ്സിലോൺ ജെ ഡാഷ് 1 എന്നും എപ്സിലോൺ ജെ ഡബിൾ ഡാഷ് 0 എന്നും എഴുതാം. ഇപ്പൊ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇനി അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് ആ എനർജി ലെവലിലെ ചേഞ്ച് കാണുന്നത്. അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇനിയും സെലക്ഷൻ റൂൾസ് അനുസരിച്ച് ട്രാൻസിഷൻസ് നടക്കത്തുള്ളൂ. ആ ട്രാൻസിഷൻസ് സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത് ഡെൽറ്റ ജെ പ്ലസ് ഓർ മൈനസ് 1 ആണ്. ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര ആണ്. ഇപ്പൊ ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് 1 ആണെങ്കിൽ അത് ആർ ബ്രാഞ്ച് ആണ്. ഡെൽറ്റ ജെ ഈക്വൽ ടു മൈനസ് 1 ആണെങ്കിൽ അത് പി ബ്രാഞ്ച് ആണ്. ഇപ്പൊ ആർ ബ്രാഞ്ചിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡെൽറ്റ ജെ പ്ലസ് 1 എടുത്തു. ഇപ്പൊ ജെ ഡാഷ് ഈക്വൽ ടു ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 എടുത്തു. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ന്യൂ ആർ ബാറിന്റെ എക്സ്പ്രഷൻ ആയിട്ട് ഇത് കിട്ടിയത്. അതേപോലെ പി ബ്രാഞ്ചിന്റെ എക്സ്പ്രഷൻ നമുക്ക് ന്യൂ പി ബാർ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പം ഈ ഒരു എക്സ്പ്രഷനിൽ രണ്ട് എക്സ്പ്രഷനിലും ജെ ഡാഷ് പ്ലസ് 1ന് നമ്മൾ എം എന്നും ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷിന് ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷിന് ഇ എന്നും ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷിന് ഡി എന്നും ന്യൂ ബാറിന് പകരം സി എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ന്യൂ ആർ ബാർ ഈക്വൽ ടു സി പ്ലസ് ഡി എം പ്ലസ് ഇ എം സ്ക്വയർ എന്നും അതേപോലെ ന്യൂ പി ബാർ ഈക്വൽ ടു സി മൈനസ് ഡി എം പ്ലസ് ഇ എം സ്ക്വയർ എന്നും ഉള്ള എക്സ്പ്രഷൻസ് കിട്ടുന്നത്. ഇനി ഈ എക്സ്പ്രഷൻസ് വെച്ചാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രത്തിന്റെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ആ ഡേറ്റ നോക്കിക്കഴിയുമ്പോൾ ഇതിൽ ഈ പേജ് നമ്പർ 5 നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത്. കണ്ടോ, ഓരോ എം വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ ബാറിന്റെ വാല്യൂ ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ വെച്ചിട്ട് വേണം നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റും വൈബ്രേഷണൽ കോൺസ്റ്റന്റും ഒക്കെ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്കിതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് എം ഈക്വൽ ടു 1, എം ഈക്വൽ ടു 2, എം ഈക്വൽ ടു 3 വരുന്ന ഡേറ്റാസ് ആണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഡേറ്റാസ് ഈ 1 പിന്നെ 2, 3 ഇപ്പൊ ഈ
അത് നമ്മള് അത് ഏതെങ്കിലും 3 സെറ്റ് എടുത്താൽ മതി കൺസിക്യൂട്ടീവ് ആയിട്ട്. നമുക്ക് സോൾവ് ചെയ്യാൻ ഏതെങ്കിലും 3 കൺസിക്യൂട്ടീവ് ഡേറ്റ എടുത്താൽ മതി, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ തൽക്കാലം m ഈക്വൽ ടു 1 2 3 ആണ് എടുക്കുന്നത്. അപ്പം നമ്മളത് എടുക്കുക. അപ്പം m ഈക്വൽ ടു 1 എത്രയായിരുന്നു? m ഈക്വൽ ടു 1 ന്യൂ ബാർ ഈക്വൽ ടു എത്രയായിരുന്നു? 25 അങ്ങനെ എന്തോ അല്ലായിരുന്നു? 25,801.81. 25,801.81. അതേപോലെ m ഈക്വൽ ടു 2 ആണെങ്കിൽ ന്യൂ ബാർ ഈക്വൽ ടു ആ 25,805.80 അല്ലേ? m ഈക്വൽ ടു 3 ആണെങ്കിൽ ന്യൂ ബാർ ഈക്വൽ ടു 25,810.01. അപ്പൊ ഇത്രയും ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മളിത് ഏത് ബ്രാഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്? നമ്മളിപ്പം എടുത്തിരിക്കുന്നത് R ബ്രാഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. R ബ്രാഞ്ച്. അതെങ്ങനെ മനസ്സിലായി R ബ്രാഞ്ച് ആണ്? P ബ്രാഞ്ച് ആണെങ്കിൽ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. കാരണം നമ്മള് m J'+1 ആണ് m എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം P ബ്രാഞ്ച് ആണെങ്കിൽ J'+1 നെഗറ്റീവ് ആയേനെ. R ബ്രാഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് നമ്മളിത് R ബ്രാഞ്ച് ആണ് എടുക്കുന്നത്, m പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് m ഈക്വൽ ടു 1 ന്യൂ ആർ ബാറിന്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു m ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ c പ്ലസ് d പ്ലസ് e എന്ന് കിട്ടും. അതുപോലെ m ഈക്വൽ ടു 2 ആണെങ്കിൽ c പ്ലസ് 2d പ്ലസ് 4e എന്ന് കിട്ടും. വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. സോറി 1 2 ഇത് 3 ആണ്. ഇത് c പ്ലസ് 3d പ്ലസ് 9e എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഈ എക്സ്പ്രഷൻസ് എല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് c പോകും, c മൈനസ് c, ആ c രണ്ടും കൂടെ പോകും. പിന്നെ 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 വരും, അപ്പൊ d വരും. 9e മൈനസ് 4e എന്ന് പറയുമ്പോൾ 5e പ്ലസ് 5e ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡിലെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പം 25,810.01 മൈനസ് 25,805.80 4.21 ഈക്വൽ ടു 4.1 സെക്കൻഡ്. ഈ പേന ചാർജ് തീർന്നു. 4.21. അതേപോലെ ഇക്വേഷൻ നമ്പർ 2യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2യിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ c പോകും, 2d മൈനസ് d എന്ന് പറയുമ്പോൾ d, 4e മൈനസ് e എന്ന് പറയുമ്പോൾ പ്ലസ് 3e ഈക്വൽ ടു 3.99 വരും. അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 4, ഇത് ഇക്വേഷൻ നമ്പർ 5. ഇനി ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 5 കുറയ്ക്കുന്നു. ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 5, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ d രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. 5e മൈനസ് 3e എന്ന് പറയുമ്പോൾ 2e വരും. 4.21 മൈനസ് 3.99 എന്ന് പറയുമ്പോൾ 0.99
0.22 വരും. ഇനി നമുക്ക് E ഈക്വൽ ടു 0.22 ഈ പോയിന്റ് അല്ല 0.2 ഈക്വൽ ടു 0.11. അതാണ് ഇയുടെ വാല്യൂ. ഇനി നമുക്ക് ഇയുടെ വാല്യൂ ഇതിൽ ഏതെങ്കിലും 4ലോ 5ലോ അല്ല ഇട്ട് കൊടുത്താൽ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡി പ്ലസ് 5 ഇൻറ്റു 0.11 ഈക്വൽ ടു 4.21. അതായത് ഡി ഈക്വൽ ടു 4.21 മൈനസ് 0.55 ഈക്വൽ ടു 3.66 വരും. അപ്പം ഡി കിട്ടി. ഇനി നമുക്ക് സി കിട്ടാൻ വേണ്ടി ഇയുടെയും ഡിയുടെയും വാല്യൂ എടുത്ത് ഇക്വേഷൻ 1 തൊട്ട് 3 വരെയുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിപ്പം ആദ്യത്തേത് ഇട്ട് കൊടുക്കാം, അതായിരിക്കും എളുപ്പം. അപ്പൊ ആദ്യത്തേൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സി പ്ലസ് 3.66 പ്ലസ് 0.11 ഈക്വൽ ടു എത്രയായിരുന്നു? 25801.81 അല്ലെങ്കിൽ സി പ്ലസ് 3.77 ഈക്വൽ ടു 25801.81. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സി ഈക്വൽ ടു 25801.81 മൈനസ് 3.77 ഈക്വൽ ടു 25798.04 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. ഇനിയും ഇത് സി എന്ന് പറഞ്ഞാൽ എന്ത്? അതാണ് വൈബ്രേഷണൽ കോൺസ്റ്റന്റ്. ഇപ്പം വൈബ്രേഷണൽ കോൺസ്റ്റന്റ് കാരണം ന്യൂ ബാറിന് പകരമാണ് നമ്മൾ സി എന്ന് ഇട്ട് കൊടുത്തത്. അപ്പൊ ന്യൂ ബാർ സി ഈക്വൽ ടു 25794 അല്ലല്ലോ 798.04 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് വൈബ്രേഷണൽ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷിന് ഡി എന്നും ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷിന് ഇ എന്നുമാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ നമുക്ക് ഇയുടെയും ഡിയുടെയും വാല്യൂ അറിയാം. എന്താണ്? ഡി ഈക്വൽ ടു 3.66 ആണ്, ഇ ഈക്വൽ ടു 0.11 ആണ്. അപ്പൊ ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷ് ഈക്വൽ ടു ഡി ആണ്. ഡി എന്തായിരുന്നു? 0.11 ആണ്. ഡി അല്ലല്ല, ഡി 3.66. ഇനി ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷ് ആണ് ഇ എന്ന് പറയുമ്പം 0.11. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2b ഡാഷ് ഈക്വൽ ടു 3.77 എന്ന് വരും. അപ്പൊ അതിൽ നിന്ന് ബി ഡാഷ് ഈക്വൽ ടു 1.885 സെന്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബി ഡാഷ് പ്ലസ് ബി ഡാഷ് ഡാഷ് മൈനസ് ബി ഡാഷ് മൈനസ് ബി ഡാഷ് ഡാഷ് എന്ന് വരുമ്പോൾ നമുക്ക് 2b ഡബിൾ ഡാഷ് ഈക്വൽ ടു എന്താ 1.8996 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ആണോ? അല്ല, 2b ഡാഷ് 3.55 ആണ്. അത് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ രണ്ട് എക്സ്പ്രഷൻ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബി ഡാഷ് പോകും. ബി ഡാഷ് ഡാഷ് മൈനസ് ബി ഡാഷ് ഡാഷ് 2b ഡാഷ്. അപ്പൊ 3.66 മൈനസ് 0.11 3.55. ഈ പെന്ന് വർക്ക് ചെയ്യുന്നില്ല, ഒരു സെക്കൻഡ് നോക്കട്ടെ. അപ്പം ബി ഡബിൾ ഡാഷ് ഈക്വൽ ടു 3.55 divided by 2 which is equal to 1.775
സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതാണ് ബി ഡബിൾ ഡാഷിന്റെ എക്സ്പ്രഷൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് റൊട്ടേഷണൽ കോൺസ്റ്റന്റ്, ഇത് രണ്ടും റൊട്ടേഷണൽ കോൺസ്റ്റന്റ്, ഇതും ഇതും ഇപ്പൊ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആയി, റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആയി, വൈബ്രേഷണൽ കോൺസ്റ്റന്റും ആയി. ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഈ നിലവിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തല്ലോ, ഇതിലാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ നമ്മളോട് റൊട്ടേഷൻ ആൻഡ് വൈബ്രേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും റൊട്ടേഷൻ കോൺസ്റ്റന്റും വൈബ്രേഷൻ കോൺസ്റ്റന്റും ആയി. പക്ഷെ ശരിക്കും നമ്മളോട് റെഡ്യൂസ്ഡ് മാസ് വെച്ച് നമുക്ക് ഇതിന്റെ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും അതേപോലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മളോട് ചോദിക്കാം. ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും ഒക്കെ ചോദിക്കാം. അപ്പൊ അതും കൂടെ ജസ്റ്റ് പറയാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പം റെഡ്യൂസ്, ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ഇതിൽ സംശയമുണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പ് ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഇത് ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത ജസ്റ്റ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത കാര്യം പറയുന്നത്. ഇപ്പൊ റെഡ്യൂസ്ഡ് മാസ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ബിയിൽ നിന്നും നമുക്ക് ബി ഡാഷിൽ നിന്നും ബി ഡബിൾ ഡാഷിൽ നിന്നും ആ സ്റ്റേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് പറയുന്നത് എന്താ, ഐ ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽ ടു, ഇപ്പൊ ഐ ഡാഷ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ബി ഡബിൾ ഡാഷ് സി. അതേപോലെ ഐ ഡാഷ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ബി ഡാഷ് സി. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പൊ ആദ്യത്തെ നോക്കുമ്പം ഐ ഡാഷ് നോക്കാം. അപ്പൊ ഐ ഡബിൾ ഡാഷ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ബി ഡബിൾ ഡാഷ് സി ആണ് അതിന്റെ വാല്യൂ. അപ്പൊ ബി ഡബിൾ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബി ഡബിൾ ഡാഷ് എത്രയായിരുന്നു? ബി ഡബിൾ ഡാഷ് എച്ച് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻27 ഡിവൈഡഡ് ബൈ, അതായത് സെന്റിമീറ്റർ യൂണിറ്റിലാണ്. 10 h ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. 34 അല്ലേ? അതെ. 6.626 ഇൻറ്റു 10⁻⁻37 അല്ല സോറി -27 എർഗ് സെക്കൻഡ് ആണ്. CGS സിസ്റ്റത്തിലാണ് നമ്മൾ എഴുതുന്നത്. കാരണം നമ്മൾ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമ്മൾ ബി ഡാഷും ബി ഡബിൾ ഡാഷും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ എർഗ് സെക്കൻഡിലാണ് എഴുതുന്നത്. സി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ 8 പൈ സ്ക്വയർ ഇൻറ്റു ബി ഡാഷ് ഡാഷ് എത്രയായിരുന്നു? 1.775 ഇൻറ്റു 3 ഇൻറ്റു 10⁻10. അതും സി ഈക്വൽ ടു 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 ഇൻറ്റു 10⁻10 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് 0.0158 ഇൻറ്റു 10⁻⁻37 ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയറിന് പകരം CGS സിസ്റ്റത്തിൽ ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇന്റർന്യൂക്ലിയർ സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഐ ഡാഷ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ് സ്ക്വയർ ആണ്. അതായത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. മാസിന് പകരം റെഡ്യൂസ്ഡ് മാസ്. അപ്പൊ മ്യൂ ഈക്വൽ ടു, സയനൈഡിന്റെ ഡേറ്റയാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സയനൈഡ് സിയും എന്നും ഇങ്ങനെയാണ് വരുന്നത്.
മാസ് ഓഫ് സയനൈഡ് ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഇൻറ്റു മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കാർബൺ പ്ലസ് മാസ് ഓഫ് നൈട്രജൻ. അപ്പൊ ഇതിന്റെ അറ്റോമിക് മാസ് യൂണിറ്റില് മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് 12.01 ആണ്. മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 14.01 ആണ്. അപ്പൊ അത് രണ്ടും ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 12.01 ഇൻറ്റു 14.01 ഡിവൈഡഡ് ബൈ 12.01 പ്ലസ് 14.01. അപ്പൊ ഇതിനെ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മേളി 168.2601 ഡിവൈഡഡ് ബൈ താഴെ 12ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 26.02. ഇനി ഇതിനെ ഗ്രാമിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് 1.7 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്ന് കിട്ടും. അതായത് 1.7 ഇൻറ്റു 10⁻⁻24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അറ്റോമിക് മാസ് യൂണിറ്റിൽ നിന്ന് ഇത് AMU യൂണിറ്റിലാണ്, അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഗ്രാമിലേക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അറ്റോമിക് മാസ് യൂണിറ്റിലെ ആ ഒരു നമ്പറിനെ, ആ ഒരു വാല്യൂവിനെ നമ്മൾ 1.7 ഇൻറ്റു 10⁻⁻24 ഗ്രാം -24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ 10.993 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഇത് വെച്ച് നമുക്ക് R⁻⁻ കണ്ടുപിടിക്കാൻ പറ്റും. I⁻⁻ ആയിരുന്നല്ലോ ഇത്, അപ്പൊ R⁻⁻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടും? R⁻⁻ ഈക്വൽ ടു റൂട്ട് ഓഫ് I/μ. അപ്പൊ I നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.0158 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 0.0158 ഇൻറ്റു 10⁻⁻37 ഡിവൈഡഡ് ബൈ മ്യൂ എത്രയാ? മ്യൂ 10.993 ഇൻറ്റു 10⁻⁻24. ഇതിന്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഡിവൈഡ് ചെയ്ത് ഇതിന്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ എഴുതുക. 1.1987 ഇൻറ്റു 10⁻⁻8 സെന്റിമീറ്റർ. ഇതാണ് അപ്പം ആ ഒരു മോളിക്യൂളിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അതായത് B⁻⁻ എന്ന് പറഞ്ഞ ആ ഒരു J⁻⁻ എന്ന് പറഞ്ഞ സ്റ്റേറ്റില് ആ ഒരു സയനൈഡിന്റെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആണ് R⁻⁻. ഈക്വൽ ടു 1.1987 ഇൻറ്റു 10⁻⁻8 സെന്റിമീറ്റർ. അപ്പൊ ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് I' വെച്ച് I' കണ്ടുപിടിക്കാം. അതേപോലെ മ്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ R' നമുക്ക് കിട്ടും. അപ്പൊ അത് ഇതേ പ്രൊസീജിയറിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് R' ഈക്വൽ ടു അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1.1642 ഇൻറ്റു 10⁻⁻8 സെന്റിമീറ്റർ. ഈ പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇത് ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഫോഴ്സ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 4π² ന്യൂ ബാർ സ്ക്വയർ C² മ്യൂ ആണ്. ഇപ്പൊ ന്യൂ ബാർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? ഇവിടെ കണ്ട് നമ്മള് 2579.8.04 ന്യൂ ബാർ C കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ക്യാപിറ്റൽ C ആണ്. അപ്പൊ 4π² ഇൻറ്റു ന്യൂ ബാർ 2579.8.04 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 10⁻10 സ്ക്വയർ ഇൻറ്റു 10.993 ഇൻറ്റു 10⁻⁻20. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പം 2.59998
ഇൻറ്റു 10⁻⁸ ഡൈൻ CGS സിസ്റ്റം ആയതുകൊണ്ടാണ് ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഡൈൻ പെർ സെന്റിമീറ്റർ. അതാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്പെക്ട്രം അനാലിസിസ് വരുവാണെങ്കിൽ. ഇപ്പൊ സ്പെക്ട്രം വരുവാണെങ്കിൽ ഈ തിയറി എഴുതണം. തിയറി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഇപ്പൊ ഡേറ്റ ഇങ്ങനെ തരുമ്പം നമുക്ക് ഈ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നോക്കിയാൽ മതി. ഈ ബ്രാഞ്ചോ ആർ ബ്രാഞ്ചോ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നമ്മൾ എടുത്തു കഴിയുമ്പോൾ കൺസിക്യൂട്ടീവ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ഡേറ്റ എടുക്കും. 1 നമ്മളിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ എല്ലാത്തിനെയും ഇത് 1, 2, 3 ആയതുകൊണ്ട് അത് ഏതാണ്? ആർ ബ്രാഞ്ച് ആണ്. ഇപ്പൊ പി ബ്രാഞ്ച് ആയിരുന്നെങ്കിൽ അത് എന്തായാലും -1, -2, -3 എന്ന് വന്നേന്. ഇപ്പൊ ആർ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മൾ ആർ ബ്രാഞ്ചിന്റെ എക്സ്പ്രഷൻ എഴുതി C+D+E എന്നിട്ട് m=1 എന്താ വരുന്നത്? 25,801.81. അതേപോലെ m=2 ഇട്ട് കൊടുത്തു. അതിന്റെ ന്യൂ ആർ ബാർ അതിന്റെ ന്യൂ ആർ ബാർ ആ ഡേറ്റ എന്ന് എഴുതി. m=3 ഇട്ട് കൊടുത്തു. അതിന്റെയും ന്യൂ ആർ ബാർ എഴുതി. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ആ 3 ഇക്വേഷൻസ് കിട്ടി. അതിൽ മൂന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ആ 2 ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ എടുത്ത് അതിൽ 4ഓ 3ഓ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡി കിട്ടും. അങ്ങനെ നമുക്ക് ഡിയും ഇയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയും ഈ ഡിന്റെയും ഇയുടെയും വാല്യൂ എടുത്ത് ഇക്വേഷൻ 1 തൊട്ട് 3 വരെയുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സിയുടെ വാല്യൂ ആണ് വൈബ്രേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സി ആണ്, ക്യാപിറ്റൽ സിയുടെ വാല്യൂ ആണ്. അപ്പൊ നമുക്കത് വൈബ്രേഷൻ കോൺസ്റ്റന്റ് കിട്ടും. പിന്നെ ഡിയും ഇയും, ഇത് സി ആണ്, ഡിയും ഇയും വെച്ച് നമുക്ക് ബി ഡാഷും ബി ഡബിൾ ഡാഷും കണ്ടുപിടിക്കും. കാരണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു. ബി ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷിനാണ് ഡി എന്നും ബി ഡാഷ് മൈനസ് ബി ഡബിൾ ഡാഷിനാണ് ഇ എന്നും കൊടുത്തത്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2b ഡാഷും കിട്ടും. അതിൽ നിന്ന് ബി ഡാഷ് കണ്ടുപിടിക്കാം. ഇനി ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2b ഡബിൾ ഡാഷ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ബി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. ബി ഡാഷും ബി ഡബിൾ ഡാഷും അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ശരിക്കും ബി ഡാഷും ബി ഡബിൾ ഡാഷും കണ്ടുപിടിക്കുന്നത് വരെയുള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ ചോദിക്കുവാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനായിട്ട് ഈ h/8π² ബി ഡാഷ് ഡാഷ് സിയിൽ ഇട്ട് കൊടുത്ത i ഡാഷ് ഡാഷ് കിട്ടും. i ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് h/8π² ബി ഡാഷ് സിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബി ഡാഷും ബി ഡബിൾ ഡാഷും സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മുടെ ഡേറ്റ ന്യൂ ബാറിന്റെ ഡേറ്റ സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലായിരുന്നു. കാരണം അതിന്റെ റോയുടെ ഹെഡിങ് നോക്കിയുണ്ട സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലാണ് നമുക്ക് ഈ ഡേറ്റ തന്നിരിക്കുന്നത്. അപ്പൊ സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടും എന്തിലായിരിക്കും? സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റിലായിരിക്കും. അപ്പൊ ഒരു CGS സിസ്റ്റത്തിൽ ആണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം എച്ചിന്റെ വാല്യൂ 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. അത് എർഗ് സെക്കൻഡിൽ 6.626 × 10⁻27 എർഗ് സെക്കൻഡ് ആണ്. അതേപോലെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് സെന്റിമീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? ഒരു 10² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 3 × 10⁻10 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. ഇനി ഈ വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് i ഡബിൾ ഡാഷ് കിട്ടും. i ഡബിൾ ഡാഷ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അത് നമുക്ക് സയനൈഡ് എന്ന് പറയുമ്പോൾ അത് കാർബണും നൈട്രജനും ആണെന്ന് അറിയാം. അതുകൊണ്ട് കാർബണിന്റെയും നൈട്രജന്റെയും റെഡ്യൂസ്ഡ് കാർബണും നൈട്രജനും കൂടെ ചേർന്ന് സയനൈഡിന്റെ ആ ഒരു റെഡ്യൂസ്ഡ് മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് യൂണിറ്റിലെ മാസാണ് 12.01. നൈട്രജന്റെ അറ്റോമിക് മാസ് യൂണിറ്റിലെ മാസാണ് 14.01. അപ്പൊ അത് രണ്ടും നമ്മൾ ഇട്ട് റെഡ്യൂസ്ഡ് മാസ് കണ്ടുപിടിച്ചു. എന്നിട്ട് കിട്ടിയ ആ അറ്റോമിക് മാസ് യൂണിറ്റിലെ റെഡ്യൂസ്ഡ് മാസിനെ നമ്മൾ 1.7 × 10⁻24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്
ഗ്രാമിലേക്ക് കൺവെർട്ട് ചെയ്തു. അങ്ങനെ ഗ്രാമിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 10.993 × 10⁻24 ഗ്രാം കിട്ടിയത്. ഇനി നമ്മൾ കിട്ടിയിരിക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയും അതേപോലെ ഈ ഒരു റെഡ്യൂസ്ഡ് മാസും ഡിവൈഡ് ചെയ്ത് റൂട്ട് എടുത്ത എന്ത് കിട്ടും? ആ ഒരു J" എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റിന്റെ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് കിട്ടും. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഇതേ പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ബി ഡാഷ് വെച്ച് നമുക്ക് I' കണ്ടുപിടിക്കാം. I' കണ്ടുപിടിച്ചാൽ R' കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് R' ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. പിന്നെ വൈബ്രേഷണൽ കോൺസ്റ്റന്റ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാൻ പറ്റും. K = 4π² ν⁴² c² μ എന്ന് പറഞ്ഞ ആ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന Dyne/cm യൂണിറ്റ് കിട്ടുന്നത്. അത് പ്രത്യേകം നമ്മൾ നോക്കണം. കാരണം SI സിസ്റ്റത്തിലല്ല, നമ്മൾ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമ്മുടെ യൂണിറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസും ഡൈൻ, എർഗ് അങ്ങനെയുള്ള CGS സിസ്റ്റത്തിലായിരിക്കും നമുക്ക് ഫോഴ്സും എനർജിയും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ അനാലിസിസ്. ഏതെങ്കിലും ഭാഗം ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണം എന്ന് ഉണ്ടെങ്കിൽ പറയാം. ഇല്ലടാ, കുഴപ്പമില്ല. റെക്കോർഡിനകത്ത് ഒരു ആക്ച്വൽ വാല്യൂ വെച്ചിട്ട് ഒരു പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് അവർ തരുന്ന വാല്യൂ ആയിരിക്കുമോ? അത് പെർസെന്റേജ് എറർ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെന്റേജ് എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പം B' B" ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ വെച്ച് പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇങ്ങനെ തരണം, അവരിങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാമല്ലോ. ആക്ച്വൽ വാല്യൂ മൈനസ് കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ ആക്ച്വൽ. തന്നിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ അങ്ങനൊന്നും അവര് തരുമെന്ന് ഒന്നും മിസ് പറഞ്ഞിട്ടില്ലല്ലോ. മിസ് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് നമുക്ക് നോക്കാം. അത് പെർസെന്റേജ് കണ്ടുപിടിക്കണോ എന്തോ. തരുവാണെങ്കിൽ കണ്ടുപിടിക്കണം. പക്ഷെ നമ്മളോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് റൊട്ടേഷൻ വൈബ്രേഷൻ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാനാണ്. അപ്പം തരുവാണെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കണമെന്നില്ല. അല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ കണ്ടുപിടിക്കാൻ. തന്നാൽ ഇപ്പം ഇതിൽ ഡേറ്റ തന്നിട്ട് ആ ഡേറ്റയുടെ താഴെ സിയും ഡിയും ഇയും എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഓക്കെ അല്ലേ അത്? അപ്പൊ ഇതില് നമുക്കിപ്പോ നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ഈ ഡെസ്ലാൻഡേഴ്സ് ടേബിൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ മൊത്തം പിന്നെ നമ്മൾ ഈ മോളിക്കുലാർ സ്പെക്ട്രം വെച്ചുള്ളതും ഡിസ്കസ് ചെയ്തു. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് ഇനിയും ഒരെണ്ണം കൂടെ വേണം. അത് ഏത് എക്സ്റേ ഡിഫ്രാക്ഷൻ എടുക്കണോ അതോ രാമനോർ IR സ്പെക്ട്രം എടുക്കണോ? എക്സ്റേ അല്ലേ നീ കുറച്ചുകൂടെ എളുപ്പം എന്ന് പറഞ്ഞേ? എക്സ്റേ കുറച്ചുകൂടെ എളുപ്പം. രാമൻ ആൻഡ് IR കുറച്ചുണ്ട്, എളുപ്പമാണ്, പാടാണെന്നല്ല. പക്ഷെ എല്ലാവർക്കും നോക്കുമ്പോ എക്സ്റേ ആയിരിക്കുമെന്ന് തോന്നുന്നു എളുപ്പം. ഈ ഡിസോസിയേഷൻ എനർജിയും പ്രയാസമില്ല. ഡിസോസിയേഷൻ എനർജി 4th ക്വസ്റ്റിനും പ്രയാസമില്ല. പിന്നെ താരതമ്യേന ഈ 3 എളുപ്പം എക്സ്റേ ഡിഫ്രാക്ഷൻ ആണെന്ന് തോന്നി വായിച്ചപ്പോ. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ നോക്കാം. ഇതേപോലെ മതിയല്ലോ, 8 മണിക്ക് മതിയല്ലോ. ഓക്കെ, അപ്പൊ നാളെ 8 മണിക്ക് നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ നോക്കാം. ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിൽ കയറി നോക്കിയാൽ അതിൽ കിടപ്പുണ്ട്. അപ്പം എന്തായാലും മാറ്റി വെച്ചല്ലോ, മറ്റേ ഇവരുടെ പരീക്ഷ മാറ്റി വെച്ചല്ലോ S2.